പ്രിയമുള്ളവരെ, ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നാണ്. ഭാരതമെന്ന പേർ കേട്ടാൽ നമ്മുടെ അന്തരംഗം അഭിമാനപൂരിതമാവണം. ജനകോടികളാകെ ഇത് അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യും. പക്ഷേ ഇവിടുത്തെ നമ്മുടെ പ്രധാന പ്രശ്നം, നമുക്കൊരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വീണ്ടും വരാൻ പോവുകയാണ്. ഏതാണ്ട് പടിവാതിക്കൽ വരെ എത്തി നിൽക്കുന്നു. തീർച്ചയായും ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ നാം അതിനെ അഭിമാനത്തോടെ കാണുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ, ഈ തെരഞ്ഞെടുപ്പിലടക്കം ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് അഭിമാനം കൊള്ളാൻ കഴിയാത്ത മറ്റ് ഒരു പ്രധാന വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയം, അത് തീർച്ചയായും രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ്. നമ്മുടെ രാഷ്ട്രം അത് ഒരു ക്ഷേമരാഷ്ട്രത്തിലേക്കുള്ള പ്രയാണമാണ്. അതിന് നമ്മെ നയിക്കുന്ന നേതാക്കന്മാർ, അവർ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രഖ്യാപിതമായ ചില പ്രത്യയശാസ്ത്രങ്ങളുണ്ട്, അവരുടെ കാഴ്ചപ്പാടുകളുണ്ട്. അതിലാകൃഷ്ടരായാണ് നമ്മുടെ നാട്ടിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ജനാധിപത്യത്തിൻ്റെ ആത്മാവുമാണ്. ഈ തെരഞ്ഞെടുപ്പിലാകെ, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ ആകെ സ്വാധീനിക്കുന്ന ജാതി മതചിന്ത, അത് നമുക്ക് ഒഴിവാക്കിയെടുക്കേണ്ടതുണ്ട്. ജാതി എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ ഏതോ ചില മുഹൂർത്തത്തിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ ഭാരതത്തിൻ്റെ ശാപമായി വന്നു ചേർന്ന ഒന്നാണ് ജാതി. ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചെടുത്ത് ഇന്നും ജനകോടികളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന, ജനകോടികളെ വേട്ടയാടി ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ രക്തസാക്ഷികളാക്കി മാറ്റിയ മഹാദുരന്തം. ആ ദുരന്തം നമ്മുടെ തിരഞ്ഞെടുപ്പുകളെയും രാഷ്ട്രീയ പാർട്ടികളെയും പ്രത്യക്ഷമായും പരോക്ഷമായും സ്വാധീനിക്കുന്നു എന്ന് പറയുന്ന അപജയം ഭാരതീയർക്ക് അഭിമാനകരമല്ല, അപമാനകരമാണ്. അതുപോലെ തന്നെ മതചിന്ത, ഓരോ മതങ്ങൾ, വ്യത്യസ്തങ്ങളായ മതങ്ങൾ, ആ മതവിശ്വാസികളായിട്ടുള്ളവർ ആ വിശ്വാസം പുലർത്തിക്കൊണ്ട് പോകുന്നു. പോട്ടെ, മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മതങ്ങളൊക്കെ രൂപപ്പെട്ടതെങ്കിൽ ആ മതങ്ങൾ, ആ മതത്തിൻ്റേതായ പ്രവർത്തന മേഖലയുണ്ട്, അവിടെ പ്രവർത്തിക്കട്ടെ. അത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ ഭൗതിക ജീവിതത്തിൽ തന്നെ രൂപപ്പെടുത്തേണ്ട ചില പ്രത്യേകതകളെക്കുറിച്ചോ ഒക്കെ പ്രാർത്ഥനകൾ, മരണാനന്തര ചടങ്ങുകൾ, ജനന ചടങ്ങുകൾ അടക്കമുള്ള ചില, അതുപോലെ വിവാഹ ചടങ്ങുകൾ, ഇതൊക്കെ മതാധിഷ്ഠിതമായി നടക്കുന്ന ചടങ്ങുകളാണ്, നടക്കട്ടെ. പക്ഷേ അവിടെ ആ മതങ്ങളും രാഷ്ട്രീയ പാർട്ടികളെ, രാഷ്ട്രീയത്തെ, തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാനിടവരുന്ന സാഹചര്യം ഭൂഷണമല്ല. ജാതി നോക്കി, മതം നോക്കി, വോട്ടർമാരുടെ ഭൂരിപക്ഷം നോക്കി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നിടം മുതൽ, അപ്രകാരമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നിടം മുതൽ, അപ്രകാരം മന്ത്രിമാരെ നിശ്ചയിക്കുന്നത് വരെ ഉള്ള അപജയം, അത് മാറ്റിയെടുക്കുവാൻ ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മുടെ സമൂഹം സ്വയം തീരുമാനമെടുത്ത് സമൂഹത്തെ മാറ്റിമറിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഓരോ മതത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി, അവർ സംസാരിക്കുന്നതൊക്കെ കേട്ടാൽ മനുഷ്യൻ്റെ തൊഴിലിൻ്റെ പ്രശ്നം, വിശപ്പിൻ്റെ പ്രശ്നം, അഥവാ ഭക്ഷണത്തിൻ്റെ പ്രശ്നം, രോഗത്തിൻ്റെ പ്രശ്നം, അതിന് പരിഹാരം ഉണ്ടാക്കുന്ന വിഷയം, പുതുതലമുറയുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നം, ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നം അടക്കം എണ്ണിയാലൊടുങ്ങാത്ത പ്രശ്നങ്ങൾ നമുക്ക് നിലനിൽക്കുകയാണ്. അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കുന്നത് ഒരിക്കലും ജാതിയുടെയോ മതത്തിൻ്റെയോ മാനദണ്ഡം ഉപയോഗിച്ചല്ല. ആ ക്രൈറ്റീരിയ അവിടെ വരുന്നില്ല. തൊഴിൽ ലഭിക്കേണ്ട ഒരു പ്രത്യേക മതവിശ്വാസികൾക്ക് മാത്രം തൊഴിൽ ലഭിച്ചാൽ പോരല്ലോ. എല്ലാ മതവിശ്വാസികളായിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും, മതവിശ്വാസം ഇല്ലാത്തവരും ആയിട്ടുള്ളവർക്കും തൊഴിൽ ലഭിക്കണ്ടേ? അവർക്ക് ജീവിക്കണ്ടേ? അവർക്ക് വിദ്യാഭ്യാസം കിട്ടണ്ടേ?
അപ്പം നമ്മുടെ നാട് എന്ന് പറയുന്നത് നാടിനെ നന്മയിലേക്ക് നയിക്കുന്നതിന്, ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് എന്നും വിഘാതമാണ് രാഷ്ട്രീയവും മതവും തമ്മിൽ കൂട്ടിക്കലർത്തുന്നത്. രാഷ്ട്രീയവും മതവും തമ്മിൽ കൂട്ടിക്കലർത്തരുത്. മതപുരോഹിതന്മാർ അവർ മതപരമായ കാര്യങ്ങളിൽ, പൗരോഹിത്യ പ്രവർത്തനങ്ങളിൽ അവരവരുടെ ഉത്തരവാദിത്വം നിറവേറ്റട്ടെ. അവർ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ജോലിയും രാഷ്ട്രീയ നേതാക്കന്മാർ ഈ മതപുരോഹിതന്മാരുടെ ജോലിയും ഏറ്റെടുക്കുന്നത് ഗുണപരമല്ല. ഇപ്പം മതപുരോഹിതന്മാർക്ക് പകരം രാഷ്ട്രീയ നേതാക്കന്മാർ വന്ന ആ ജോലി ഏറ്റെടുത്താലോ? ഒരിക്കലും അത് പൊരുത്തപ്പെടില്ല. അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്ര നേതാക്കന്മാരും അവരുടെ ദൗത്യം നിർവഹിക്കുന്ന ഘട്ടത്തിൽ മതപുരോഹിതന്മാർ അവിടെ ഇടപെടരുത്. അങ്ങനൊരു അവസ്ഥ നമുക്കുണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ മാത്രമുള്ള ഒന്നാണ് ജാതി. ഇന്ത്യക്ക് പുറത്തില്ലാത്ത ഒന്നാണ് ജാതി. അത് നമുക്ക് അപമാനകരമാണ്. ഇന്ന് വിരൽത്തുമ്പിൽ ലോകത്തെ മുഴുവൻ സംഭവവികാസങ്ങളും അറിയാനും പഠിക്കാനും കഴിയുന്ന തരത്തിലുള്ള ശാസ്ത്രത്തിൻ്റെ വളർച്ച അത്രയും വളർന്നു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ, ഭാരതത്തിലെ നല്ലൊരു വിഭാഗം ജനങ്ങൾ ഉദ്യോഗാർത്ഥം അഥവാ ഉദരപൂരണാർത്ഥം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു. അവിടെ ചെല്ലുമ്പോൾ ഈ ജാതി എന്ന് പറയുന്ന വളരെ നീചമായ, മറ്റുള്ളവരൊക്കെ പുച്ഛിക്കുന്ന ആ വ്യവസ്ഥിതി നമുക്ക് അപമാനകരമാണ്. അത് നമ്മൾ രാഷ്ട്രീയത്തിൽ കടത്താതിരിക്കാൻ ശ്രദ്ധിക്കുന്നതിനുള്ള തുടക്കം നമുക്ക് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടാവട്ടെ എന്നാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ മതത്തിൻ്റെ വഴിക്ക് പോട്ടെ. അവിടെ ആ മതത്തിൻ്റെ വഴിക്ക്, മതത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളല്ലല്ലോ രാഷ്ട്രീയ പാർട്ടിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, അതല്ലല്ലോ രാഷ്ട്രത്തിൻ്റേത്. രാഷ്ട്രത്തെ നയിക്കാൻ, നമ്മുടെ രാജ്യത്തെ നയിക്കാൻ അത് രാഷ്ട്രീയം അനിവാര്യമാണ്, രാഷ്ട്രീയ പാർട്ടികൾ അനിവാര്യമാണ്. അവർ അവരുടെ ദൗത്യം നിർവഹിക്കട്ടെ. അതല്ലാതെ എനിക്ക് ഇക്കാര്യത്തിൽ തൽക്കാലം സൂചിപ്പിക്കാനുള്ളത്, ഞാനടങ്ങുന്ന സമ്മതിദായകർ നമ്മുടെ മുമ്പിൽ ജാതി പറഞ്ഞ് മതം പറഞ്ഞ് വോട്ട് നേടാൻ വരുന്നവരെ നമ്മൾ പുച്ഛത്തോടെ സമീപിക്കണം. ഇത് രണ്ടും കരുതാതെ നമുക്ക് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന്, വളർച്ചയ്ക്ക്, ഉയർച്ചയ്ക്ക്, സർവതോമുഖമായ ഉയർച്ചയ്ക്ക് ഉതകത്തക്ക തരത്തിലുള്ള നിയമനിർമ്മാണം നടത്താനും നമ്മളെ നേതൃത്വപരമായ പാതയിലേക്ക് നേതൃത്വം നൽകി നമ്മളെ ഗുണപരമായ പാതയിലൂടെ നയിക്കാനും പറ്റുന്ന ശേഷിയുള്ളവർ, പ്രതിഭാധനന്മാരായിട്ടുള്ളവർ, അക്കൂട്ടരെ വേണം നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ. അതിനോടൊപ്പം രാഷ്ട്രീയ പാർട്ടികൾ ആലോചിക്കേണ്ട പ്രശ്നം, സ്ഥാനാർത്ഥികളെ നിർത്തുന്ന സമയത്ത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കാല് തിരുമ്പുന്നവരോ അവരെ സ്വാധീനിക്കുന്നവരോ സ്ഥാനാർത്ഥികളാകുന്നതിന് പകരം ഏത് രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തുന്നെങ്കിലും ശരി, ആ രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങളായിട്ടുള്ള അതിൻ്റെ വിശ്വാസത്തിലായിട്ടുള്ളവരുടെ അഭിപ്രായം തേടണം. അവരുടെ ഇടയിൽ ഒരു അഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയാൽ അത് ഏത് തലത്തിൽ വേണം എന്ന കാരണം, മെമ്പർഷിപ്പിൻ്റെ തലത്തിലോ അതല്ലെങ്കിൽ അവരുടെ ഇന്ന തലങ്ങളിലുള്ള വക്താക്കൾ എന്നുള്ള നിലയിലോ അതാത് രാഷ്ട്രീയ പാർട്ടി തീരുമാനിക്കട്ടെ. അങ്ങനെ അപ്രകാരം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ, നേതാക്കന്മാരുടെ കാല് തിരുമ്മിയാൽ, നേതൃത്വത്തിൻ്റെ കാല് തിരുമ്മിയാൽ, അവരുടെ പെട്ടി ചുമന്നാൽ, അവർക്ക് ഇച്ഛാനുവർത്തികളായി കഴിഞ്ഞാൽ, അവരാഗ്രഹിക്കുന്നവർക്ക് നൽകിയാൽ സീറ്റ് കിട്ടുമെന്ന ധാരണ ഈ സ്ഥാനാർത്ഥിത്വ മോഹികൾക്കില്ലാതാവും. അതാത് രാഷ്ട്രീയ പാർട്ടികളുടെ, ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഒരാൾ മത്സരിക്കാൻ വന്നാൽ ആ പാർട്ടിക്കകത്തെ, ആ പാർട്ടിയിൽ വിശ്വസിക്കുന്ന അതിൻ്റെ മെമ്പർമാർ, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ, അവർ തിരഞ്ഞെടുക്കട്ടെ. അതിനകത്തൊരു തിരഞ്ഞെടുപ്പ് നടക്കട്ടെ. ഈ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നതിന് കുറേ കൂടി സുഗമമായ, കുറേ കൂടി മെച്ചപ്പെട്ട രൂപത്തിൽ ശേഷിയുള്ള പ്രതിഭാധനന്മാരായ പാർലമെൻറ്റ് അംഗങ്ങളെ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ലേ? ആ തരത്തിലേക്കൊരു ചിന്ത ഞാനും നിങ്ങളും അടങ്ങുന്ന സാധാരണ സമൂഹം നമ്മൾ ഉയർത്തുന്ന ചിന്തകളാണ് സ്വാഭാവികമായും സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് വ്യാപകമായ പ്രചരണമാവും. അങ്ങനെ വ്യാപകമായ പ്രചരണമാകുമ്പോൾ
കൊള്ളാമെന്ന് തോന്നിയാൽ സാധാരണക്കാർക്ക് ദുരുദ്ദേശങ്ങളില്ല, അവരതിനെ അംഗീകരിക്കും, അതിനെ പ്രോത്സാഹിപ്പിക്കും. ആ തരത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ അത്തരത്തിലുള്ള ചിന്താഗതി വ്യാപകമാവുകയും മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്ത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ, മതപരമായ പ്രവർത്തനങ്ങളിൽ, അഥവാ രാജ്യത്തിൻ്റെ നേതൃത്വത്തിൻ്റെ നയിക്കലിൻ്റെ കാര്യത്തിൽ അടക്കം ഈ രാജ്യത്തെ ഏതൊരു പൗരനും ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകുന്ന ഒരു കാലത്തിലേക്ക് നമുക്ക് ക്രമേണ മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, അതിനുള്ള ചിന്ത നമ്മളിലൊക്കെ രൂപപ്പെടട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഞാൻ അഡ്വക്കേറ്റ് മോഹൻദാസ്.